ഹായ് ഗായ്സ്, പത്തനംമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ചന്തുമോള് അനന്തപുരിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ചന്തുമോളുടെ അച്ഛൻ ആരാണെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനവും ആയിട്ടില്ല. അതിനായിട്ടുള്ള DNA ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തണം എന്നുള്ള തീരുമാനത്തിലേക്കൊക്കെ പോവുകയാണ് കേട്ടോ. അതിനു മുമ്പ് നമ്മുടെ അബി മാക്സിമം ഈ അവസരം മുതലെടുക്കുകയാണ്. എന്തായാലും നല്ല കുഞ്ഞായിട്ട് മാറിയ അബി ആദർശനോടും മുത്തശ്ശനോടുമായിട്ട് 5 ലക്ഷം രൂപ വാങ്ങുന്നൊക്കെയുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും അബിക്ക് ഒരേ ബുദ്ധി ഉദിക്കുകയാണ് കേട്ടോ. ഈ കുഞ്ഞിനെ വെച്ച് ആദർശനോട് വില പേശിയാലോ, ആദർശാണ് കുഞ്ഞിൻ്റെ അച്ഛൻ എന്നുള്ള വിവരം മറ്റുള്ളവരോട് പറയും എന്നുള്ള രീതിയിൽ പറഞ്ഞ് കുറച്ച് പണം കൂടിയൊക്കെ വാങ്ങാം, പല കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം എന്നൊക്കെ അബി വിചാരിക്കുകയാണ്. അങ്ങനെ ആദർശനോട് അത് വില പേശുകയാണ്. ഇത് നമ്മുടെ നയന കേക്കാണ് കേട്ടോ. നയന കേൾക്കുമ്പോൾ നയനയ്ക്ക് ആകെപ്പാടെ വിഷമാവുകയാണ്. അങ്ങനെ നയന പൊട്ടിക്കരഞ്ഞുകൊണ്ട് പോരുന്നൊക്കെ ഉണ്ട് കേട്ടോ. ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ചന്തുമോള് അനന്തപുരിയിലുണ്ട്. ദേവയാനിയും നയനയൊക്കെ ചന്തുമോളെ ഒരുപാട് സ്നേഹിക്കുകയാണ് കേട്ടോ. അതേസമയം നവ്യയാണെങ്കിൽ പ്രസവിച്ചു ഒരാൺകുഞ്ഞിന് ജന്മം നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവ്യെ എല്ലാവരും പുകഴ്ത്തിയൊക്കെ പറയുന്നുണ്ട്. ആദർശും നയനിയും മുത്തശ്ശനും ഒക്കെ പറയുന്നുണ്ട് അബിക്കിപ്പോൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്, അബിയുടെ ആ പഴയ സ്വഭാവമൊക്കെ മാറിയിട്ടുണ്ട്, അബി ഒരു കുഞ്ഞിൻ്റെ അച്ഛനായല്ലോ, അതുകൊണ്ട് തന്നെ അവൻ ഒരുപാട് മാറിയിട്ടുണ്ടെന്ന് പറയുകയാണ്. അബിയാണെങ്കിലും ഉള്ളിൽ ഭയങ്കരമായ ഒരു വിരുദ്ധത്തരം കൊണ്ട് നടക്കുകയാണ്. എങ്ങനെയെങ്കിലും ഈ അവസരമൊക്കെ മുതലാക്കി കുറേ പണം കയ്യിലാക്കണമെന്നും നല്ലപിള്ള ചമഞ്ഞ് നിന്ന് കുറേ പണമൊക്കെ അടിച്ചു മാറ്റി കമ്പനിയിലെ ഒരു എംപ്ലോയി ആയിട്ട് മാറണം, അതൊക്കെയാണ് അബിയുടെ ലക്ഷ്യം. അതിനുവേണ്ടി കുഞ്ഞുണ്ടാവുമ്പോൾ തന്നെ ഭയങ്കര സ്നേഹമായിട്ട് എല്ലാവരെയും കാണിക്കുകയാണ്. പക്ഷെ അബിയുടെ മനസ്സിൽ നവ്യ പ്രസവിച്ചതിലൊന്നും ഒരു സന്തോഷവും ഇല്ല കേട്ടോ. അതുപോലെ തന്നെ ചന്തുമോള് വന്ന അനന്തപുരിയിൽ നിൽക്കുന്നതും അബിക്ക് ഭയങ്കര വിഷമവും ടെൻഷനും ഒക്കെ തന്നെയാണ്. പക്ഷേ അബിയുടെ മനസ്സിൽ ഒരു വിചാരമുണ്ട്, എന്തായാലും ഈ കുഞ്ഞിൻ്റെ കാര്യം അന്ന് ആദർശിൻ്റെ തലയിൽ വെച്ച് കെട്ടാൻ പറ്റും. കൊച്ചേതായാലും ആദർശിനെയാണല്ലോ അച്ഛാന്ന് വിളിക്കുന്നത്, അത് വെച്ച് ആദർശിനെ ബ്ലാക്ക് മെയിൽ ചെയ്യാവുന്ന അത്രയും ബ്ലാക്ക് മെയിൽ ചെയ്യണം എന്നൊക്കെയാണ് അബി വിചാരിക്കുന്നത്. അതേസമയം നമ്മുടെ അബി മുത്തശ്ശനും പറയുന്നുണ്ട് അബിക്കിപ്പോൾ ഒരുപാട് മാറ്റമായി, അതുകൊണ്ട് ആദർശെ നീ കുറേ പണമൊക്കെ കൊടുത്തോളാൻ പറയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, അതുപോലെ തന്നെ നിനക്ക് വേണമെങ്കിൽ മറ്റ് ചിലവുകൾക്കായിട്ട് ഒരു 5 ലക്ഷം രൂപ ഞാനിപ്പോൾ തന്നെ ട്രാൻസ്ഫർ ചെയ്ത് തരാമെന്ന് പറയുക. ഇതൊക്കെ കേൾക്കുമ്പോൾ അബിക്ക് സന്തോഷമാവുകയാണ്. പിന്നെ മുത്തശ്ശനോട് ആദർശ് പറയുന്നുണ്ട് അബിയെ നമുക്ക് കമ്പനിയിലെ സ്ഥിരം എംപ്ലോയി തന്നെ ആക്കിയേക്കാം, അങ്ങനെ ഒരു സ്ഥാനം കൊടുക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ അബി ഒരുപാട് മാറിയിട്ടുണ്ട്. മറ്റേ കുഞ്ഞു ചന്തുമോള് വന്ന കാര്യത്തിലാണേലും അബി വളരെ മെച്ചുവറായിട്ടാണ് പെരുമാറിയത്. കുഞ്ഞിൻ്റെ പിതൃത്വം ഏറ്റെടുത്തോളാമെന്നും ആദർശിനെ ബലിയാടാക്കാതെ ഇരിക്കാമെന്നും ഒക്കെ അബി പല പ്രാവശ്യം പറഞ്ഞു. അതുപോലെ തന്നെ നവ്യയെ ഒരുപാട് സ്നേഹിക്കുകയും നവ്യയുടെ കുഞ്ഞിനെ സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പഴയതുപോലൊന്നും അല്ല, അതുകൊണ്ട് അവന് കമ്പനിയിലെ എംപ്ലോയി സ്ഥാനം തന്നെ നൽകാം എന്നും അവർ തീരുമാനിക്കണം. അങ്ങനെ അബിക്ക് ലോട്ടറി അടിച്ച പോലെ ആവുകയാണ് കേട്ടോ ചന്തുമോള് വന്നു കഴിഞ്ഞപ്പോൾ. അബിയെ കമ്പനിയിലെ എംപ്ലോയി ആയി നിർത്തുകയും സാലറിയൊക്കെ കൂട്ടിക്കൊടുക്കുകയും ഒക്കെ ചെയ്യണം. അപ്പം അബി മനസ്സിൽ വിചാരിക്കുകയാണ് ഏതായാലും ഇത് നല്ലൊരു അവസരം തന്നെയാണ്, ഈ കൊച്ചിനെ വെച്ചുകൊണ്ട് ഞാൻ കുറച്ച് മുതലെടുക്കും, ഏതായാലും എൻ്റെ രക്തത്തിൽ പിറന്ന കൊച്ച് തന്നെയാണ്, അത് അനന്തപുരിയിലങ്ങ് ആദർശിൻ്റെ കുഞ്ഞായിട്ട് വളരുകയും ചെയ്തോളും, അതിൻ്റെ മുതലെടുപ്പ് എനിക്ക് നടത്തുകയും ചെയ്യാമെന്ന്. അങ്ങനെ ഈ 5 ലക്ഷം രൂപയൊക്കെ വാങ്ങിയിട്ട് അബി നേരെ പോകുന്നത് ആ SIയുടെ അടുത്തേക്കാണ് കേട്ടോ. മറ്റേ സ്വർണം കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട കേസിലെ ഒതുക്കി തീർക്കാൻ വേണ്ടിയിട്ട് SIക്ക് കൊണ്ടുപോയി 2 ലക്ഷം രൂപ കൊടുക്കുകയാണ് അബി. എന്നിട്ട് SIയോട് പറയുന്നുണ്ട് ഇതിപ്പം വെച്ചോ, ബാക്കി പണം ഞാൻ പിന്നീട് തരാമെന്ന് പറയാം. അപ്പോൾ അബിയുടെ മനസ്സിലെ കണക്കുകൂട്ടൽ മുഴുവൻ ആദർശിനെ പറ്റിച്ച് കുറച്ച് പണം കൂടി ഉണ്ടാക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ അബിയുടെ സുഹൃത്തുക്കൾ വിളിക്കുന്നത്. അനഘയുടെ ബന്ധുക്കളാണെന്ന് പറഞ്ഞ് അബി അവിടെ നിർത്തിയിരിക്കുന്ന അവർ വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറയുന്നുണ്ട് അതെ സാർ, അനഘയ്ക്കിപ്പം അനക്കമൊന്നുമില്ല, അങ്ങനെ തന്നെ കിടക്കുകയാണ്, അവൾ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, അവൾ ചത്തൊന്ന് കട്ടിലൊഴിയായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ ഡ്യൂട്ടിയിൽ നിന്ന് അങ്ങ് പോകാമായിരുന്നു, ഞങ്ങളിത് ഇപ്പം ഇവിടെ ഇതിന് കാവലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, അതിൻ്റെ പ്രയോജനം ഞങ്ങൾക്ക് വേണ്ടേ, സാറ് തരാമെന്ന് പറഞ്ഞാൽ കുറച്ച് പണമൊക്കെ തന്നു, ബാക്കി പണം കൂടെ തന്നാലല്ലേ ഞങ്ങൾക്ക് കുടുംബത്ത് കൊണ്ട് കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ഈ അനഘയ്ക്ക് കാവൽ നിന്നിട്ട് ഞങ്ങൾക്ക് എന്ത് പ്രയോജനം ഉണ്ടാവാനാ. അപ്പോൾ അബി ചോദിക്കുകയാണ് നിങ്ങളങ്ങനെ വിഷമിക്കുമൊന്നും വേണ്ട, നിങ്ങളോട് ഞാൻ പണത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്തിരിക്കും, ഞാൻ അനന്തപുരിയിലെ പയ്യനാണെന്നറിയാലോ, പണത്തിനൊന്നും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല, അതുകൊണ്ട് തന്നെ ഞാൻ ആ കാര്യങ്ങളൊക്കെ ശരിക്ക് ചെയ്യും,
പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ആ അനഘയുണ്ടല്ലോ, അവൾ രക്ഷപ്പെടരുതിനി. അവൾ രക്ഷപ്പെട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്ലാനിങ് എല്ലാം പൊളിയും. നമ്മൾ പറഞ്ഞതെല്ലാം നുണയാണെന്ന് തെളിയും. ഞാനാണ് കുഞ്ഞിൻ്റെ അച്ഛനെന്ന് അവൾ വിളിച്ചു പറയും എല്ലാവരോടും. പിന്നെ എനിക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇത്രയധികം കള്ളത്തരങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്ത് എന്നെ പിന്നെ മുത്തശ്ശൻ ആ വീടിൻ്റെ പരിസരത്ത് പോലും അടുപ്പിക്കില്ലെന്നല്ല, ജയിലിലായിരിക്കും എൻ്റെ സ്ഥാനം. അതുകൊണ്ട് ആ കാര്യത്തിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ അവർ പറയാണ്, ഡോക്ടർ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ, ഇനിയിപ്പോൾ അവൾ എണീറ്റ് വരാൻ സാധ്യതയില്ലെന്നും സംസാരിക്കാൻ സാധ്യതയേ ഇല്ലെന്നും ഒക്കെയല്ലേ ഡോക്ടർ പറഞ്ഞത്. അതുകൊണ്ട് നമ്മളത് പേടിക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ അഭി പറയാ, ഒന്നും പറയാൻ പറ്റില്ല. അവൾ മരിച്ചെന്ന് പറഞ്ഞ് അടക്കാൻ കൊണ്ടുപോയതല്ലേ, അപ്പോഴല്ലേ അവൾക്ക് ചലനം കണ്ട് അവൾ ജീവനുണ്ടെന്നും പറഞ്ഞ് വന്ന് ICU കിടക്കുന്നത്. ഇനിയിപ്പോൾ ഒരു നിമിഷത്തിൽ അവൾ സംസാരിച്ചെന്നോ ബോധം വീണെന്നോ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾ ആ കാര്യത്തിൽ വളരെ അലേർട്ടായിരിക്കണം. അവൾക്ക് എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞാൽ നിങ്ങൾ അവളെ ശ്രദ്ധിക്കണം. അവളെ അങ്ങ് തീർത്ത് കളയണം. അതിനുള്ളത് ഞാനങ്ങ് തന്നേക്കാം. അല്ലാതെ അവളെ പിന്നെയും വാഴാൻ വിടരുത്. ഒരിക്കലും അവൾ തിരിച്ചു വരരുത്. അവൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായ ആ നിമിഷം നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് അവളെ അങ്ങ് തീർത്തേക്കണം. അപ്പോൾ അവർ പറയാണ്, അതൊക്കെ ഞങ്ങൾ ഏറ്റു, ഞങ്ങൾക്ക് പണമാണ് പ്രധാനം. അവളെ തീർക്കുന്നത് ഇപ്പം വലിയ കാര്യമൊന്നുമല്ലല്ലോ. ജീവശവമായിട്ട് കിടക്കുന്ന അവളെ ഏത് നിമിഷം വേണേലും നമുക്ക് തീർക്കാവുന്നതേ ഉള്ളൂ. അത് വലിയൊരു പണിയൊന്നുമല്ല. പിന്നെ ഇനിയിപ്പോൾ എണീറ്റ് വരില്ല, ഏത് നിമിഷവും അങ്ങ് മുകളിലോട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞ് കിടക്കുന്ന അവളെ എന്തിനാ തീർക്കുന്നതെന്ന് ഓർത്തല്ലേ ഞങ്ങളിവിടെ കാവൽ നിൽക്കുന്നത്. പാപി പറയാ, നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഞാൻ അവിടെ എത്തിച്ചു തന്നോളാം. പക്ഷേ അനഘ എണീക്കാൻ പാടില്ല എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ അവർ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് അനഘ ഒരിക്കലും എണീക്കരുതെന്നുള്ള ഒരു രീതിയിലേക്ക് ആവട്ടെ എന്നൊക്കെയാണ് അഭി ചിന്തിക്കുന്നത്. അതേസമയം ആദർശും നയനയും കൂടെ സംസാരിക്കുമ്പം നയന ആദർശിനോട് ചോദിക്കുന്നുണ്ട്, ചന്തുമോൾ നല്ലൊരു കുട്ടിയാണ്, നല്ല ഓമനത്തമുള്ള കുട്ടി. ആ കുട്ടിയുടെ അമ്മയല്ലേ വയ്യാതെ കിടക്കുന്നത്, അച്ഛൻ എവിടെയാണെന്നുള്ള കാര്യം ആദർശന് അറിയോ? അപ്പോൾ ആദർശിൻ്റെ മനസ്സിൽ മുഴുവനുണ്ട് നയനയോട് ഈ സത്യങ്ങളെല്ലാം തുറന്നു പറയണമെന്നുള്ളത്. പക്ഷെ പെട്ടെന്ന് അതങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് ശരിയാവില്ലല്ലോ എന്ന് ഓർത്തിട്ട് ആദർശ് പറയാണ്, ആ കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് അറിയില്ല. ആ കുട്ടിയുടെ അമ്മ ചലനശേഷി പോലും ഇല്ലാതെ കോമാ സ്റ്റേജിൽ കിടക്കാണ്. അതിനെ നോക്കാൻ ആരുമില്ലാതെ വന്നപ്പോഴാണ് മുത്തശ്ശൻ അതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഒരു പാവം കുഞ്ഞല്ലേ, അതിവിടെ വളർന്നോട്ടെ. അപ്പം നയനയും പറയാണ്, അതെ, ചന്തുമോളെ കാണുമ്പം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അവളോട് സംസാരിക്കാനും കളിക്കാനും നോക്കാനും ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടം ആദർശേട്ടാന്ന് പറയുകയാണ്. അപ്പോൾ ആദർശം പറയുന്നുണ്ട്, ആ അങ്ങനെ തന്നെ ഇങ്ങ് പോയാൽ മതി എന്ന് പറയുക. എന്നിട്ട് നയന പറയുന്നുണ്ട്, ആദർശേട്ടാ, നവ്യേച്ചിയുടെ കുഞ്ഞ് അത് നമ്മുടെ കുടുംബത്തിൽ വന്നൊരു ഭാഗ്യവും സന്തോഷവും ഒക്കെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അബിയുടെ മാറ്റവും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നവ്യേച്ചിക്കും ആ കാര്യത്തിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം അവസാനമൊക്കെ ആയപ്പം അബി നവ്യേച്ചിയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്തും അവൻ എന്തെങ്കിലും ചതി ഒളിപ്പിച്ചിട്ടുണ്ടോ എന്ന് ഒരു സംശയം ഉണ്ടായിരുന്നു നവ്യേച്ചിക്ക്. പക്ഷേ ഇപ്പോൾ കുഞ്ഞുണ്ടായതിനു ശേഷവും അബി എപ്പോഴും ഹോസ്പിറ്റലിലും കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കുകയൊക്കെ ചെയ്യുമ്പം ആ വിചാരമൊക്കെ മാറിയിട്ടുണ്ട്. നവ്യേച്ചിക്കും അതുപോലെ തന്നെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഒരുപാട് സന്തോഷമാണ് ഈ കാര്യം ഓർത്തിട്ട് എന്നൊക്കെ ഇങ്ങനെ ആദർശനോട് സംസാരിക്കുകയാണ് കേട്ടോ നയന. പക്ഷെ ആദർശിൻ്റെ ഉള്ളിൽ ഒരു തീയ ആളാണ്. കാരണം ഈ കുഞ്ഞിൻ്റെ പിതൃത്വം സംബന്ധിച്ച് ഇപ്പോഴും സംശയമാണ്. ആദർശിനെയാണ് ആ കൊച്ച് അച്ഛാന്ന് വിളിക്കുന്നത്. അത് നയനയോട് തുറന്നു പറയണമെന്ന് ആദർശനുണ്ട്. പക്ഷേ അത് പറയാത്തതിൽ ഒരു വിമിഷ്ടവും അത് ഉടനെ പറയേണ്ടെന്ന് മുത്തശ്ശൻ പറഞ്ഞതും എല്ലാം ആദർശ് ഇങ്ങനെ ഓർക്കുകയാണ്. അതിനുശേഷം ആദർശ് മുത്തശ്ശൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കുകയാണ് കേട്ടോ. മുത്തശ്ശ, ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് എന്ന് പറയുക. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്താ ആദർശേ, എന്താ? അത് ആ കുഞ്ഞ് എന്നെ അച്ഛാന്ന് വിളിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമൊക്കെ ഉണ്ട്. പക്ഷേ ആ കുട്ടിയുടെ യഥാർത്ഥ അച്ഛൻ ആരാണെന്ന് അറിയണ്ടേ? എപ്പോഴും ഈ വീട്ടിൽ വളർന്നോട്ടെ, ഈ വീട്ടിലെ ഒരു അംഗം എന്നൊക്കെ മുത്തശ്ശൻ പറയുമ്പോഴും അതിൻ്റെ പിതൃത്വം അത് നമ്മൾ തെളിയിക്കേണ്ടതല്ലേ? കാരണം ഞാനല്ല ആ കൊച്ചിൻ്റെ അച്ഛൻ എന്നുള്ള കാര്യം എനിക്കറിയാം. നയനയോട് പോലും ഞാൻ ഇതൊന്നും തുറന്നു പറഞ്ഞില്ല. വെറുതെ എല്ലാവരും അറിഞ്ഞ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവണ്ടല്ലോ എന്ന് വച്ചാണ്. അവളന്ന് പല കാര്യങ്ങളും എന്നോട് മറച്ചു വച്ചപ്പം അതിനൊക്കെ ഞാൻ പ്രശ്നം ഉണ്ടാക്കുകയും അവളോട് പിണങ്ങുകയും ഒക്കെ ചെയ്തു. അവളുടെ മനസ്സിനെ ഞാൻ ഒരുപാട് വിഷമിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ കാര്യം പറയാഞ്ഞിട്ട് എൻ്റെ നെഞ്ചിനൊരു വിമ്മിഷ്ടമാണ് മുത്തശ്ശ എന്ന് പറയാം. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ആദർശേ, നീ ധൃതി പിടിക്കാതെ ഇരിക്കുക. നമുക്ക് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയും എല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കുകയൊക്കെ ചെയ്യും. DNA ടെസ്റ്റ് നടത്തിയാൽ നമുക്ക് ആ കൊച്ചിൻ്റെ അച്ഛൻ ആരാണെന്ന് അറിയാൻ പറ്റും.
വലിയ താമസമില്ലാതെ അത് നടത്തണം. അത് നീയും അബിയും അതുപോലെ തന്നെ അനിയുമാണല്ലോ ഇവിടെയുള്ളത്. നിങ്ങൾ 3 പേരുടെയും ഡീറ്റെയിൽസ് വെച്ചിട്ട് ആ മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ ആരാണ് അച്ഛനെന്ന് അറിയാൻ പറ്റും. ഇനി അങ്ങനെയല്ല, മറ്റാരെങ്കിലും ശത്രുക്കൾ നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്തതാണെങ്കിൽ അതും നമുക്കറിയാൻ പറ്റും എന്നൊക്കെ പറയണം. അപ്പം ഇതൊക്കെ നമ്മുടെ അബി അവിടെ നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ, മുത്തശ്ശനും ആദർശും കൂടി സംസാരിക്കുന്നത്. അപ്പം അബിക്ക് ആകെപ്പാടെ ടെൻഷൻ ആവുകയാണ്. ദൈവമേ, എന്തൊരു കളിയാണിത്! എല്ലാം ഒന്ന് ഒതുക്കിപ്പെറുക്കി അനഘയുടെ ജീവൻ അങ്ങ് പോയാൽ മതിയെന്ന് വിചാരിക്കുമ്പം അവൾ മരിച്ചവൾ തിരിച്ചു വന്നു. ഈ കുഞ്ഞിനെ ആദർശിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടിയിട്ട് ഞാൻ പല കളികളും കളിച്ചു. അനഘയുടെയും ആദർശിൻ്റെയും കൂടെ ഫോട്ടോ വെച്ച് കൊച്ചിനോട് അച്ഛൻ ആദർശാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ടും ഇപ്പോൾ ദേ DNA ടെസ്റ്റ് അതെങ്ങനെയെങ്കിലും മുടക്കണം. DNA ടെസ്റ്റ് നടത്തിക്കഴിഞ്ഞാൽ എൻ്റെ കാര്യം പോക്കാം. എന്തായാലും ആ കൊച്ചിൻ്റെ അച്ഛൻ ഞാനാണെന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാം കളികളും മാറും. മുത്തശ്ശൻ എന്നെ പിടിച്ച് ജയിലിലടപ്പിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമേ ഇല്ല. ഇത്രയധികം കള്ളത്തരം ചെയ്ത് എന്നെ ജീവനോടെ അങ്ങേര് വെച്ചേക്കുമെന്ന് പോലും അറിയില്ല. എന്താ ഇതിനൊരു പ്രതിവിധി? ആദർശാണെങ്കിൽ ഉടനെ DNA ടെസ്റ്റിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുമുണ്ട് എന്നൊക്കെ അബി വിചാരിക്കുകയാണ്. അബിയാണെങ്കിൽ അബിയുടെ ഫ്രണ്ട്സിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ്, അതെ, എനിക്കൊരു കാര്യമുണ്ട്. അനഘയ്ക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് അവരോട് ചോദിക്കുക. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഒരു മാറ്റവും ഇല്ല, അതുപോലൊക്കെ തന്നെ അങ്ങ് കിടക്കുക അവൾ എന്ന് പറയാണ്. അപ്പം ഉടനെ അബി അവരോട് പറയാണ്, അതെ, വേറൊരു പ്രശ്നം കൂടി ഉണ്ടല്ലോ. ഇപ്പം മുത്തശ്ശനും ആദർശും കൂടി DNA ടെസ്റ്റൊക്കെ നടത്താൻ പോവാണ്. അങ്ങനെ DNA ടെസ്റ്റ് നടത്തിയ ആ കൊച്ചിൻ്റെ അച്ഛൻ ഞാനാണെന്നുള്ള കാര്യം തെളിയും. അത് തെളിഞ്ഞാൽ പിന്നെ നമ്മുടെ കള്ളത്തരങ്ങളെല്ലാം പൊളിയും. എന്നെ ഉൾപ്പെടെ നിങ്ങളെയും ജയിലിലടയ്ക്കും. നമ്മളെ അകത്ത് കിടന്ന് പിന്നെ ഉണ്ടയും വെള്ളവും തിന്നേണ്ടി വരും എന്ന് അവരോട് പറയുമ്പോൾ അവർ പറയുക, അതെന്താ, ഞങ്ങളതിനൊന്നും ചെയ്തില്ലല്ലോ, സാറല്ലേ ഈ പണിയെല്ലാം ഒപ്പിച്ചത്, സാറിൻ്റെ കൊച്ചല്ലേ, പിന്നെ ഞങ്ങളെന്തിനാ അനുഭവിക്കേണ്ടി വരിക? ആഹാ, എൻ്റെ കൊച്ചല്ലേന്ന്. അവിടെ മുത്തശ്ശൻ്റെ മുമ്പിൽ നാടകം മുഴുവൻ കളിച്ചതാരാ? നിങ്ങൾ 2 പേരും കൂടിയല്ലേ. ആദർശാണ് കൊച്ചിൻ്റെ അച്ഛനെന്നും അതുപോലെ മുത്തശ്ശനെ വിളിച്ച് കൊച്ച് അനന്തപുരി തറവാട്ടിലെ ആണെന്നും ഒക്കെ പറഞ്ഞത് നിങ്ങളല്ലേ. അപ്പോൾ നിങ്ങളെ മുത്തശ്ശൻ വെറുതെ വിടുമെന്ന് ഓർക്കുന്നുണ്ടോ? അതൊന്നും നടക്കില്ല. നിങ്ങളും അകത്താവുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനിയിപ്പം ഈ DNA ടെസ്റ്റിനെ പ്രതിരോധിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കണം എന്ന് പറയണം. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, അത് സാറേ, എവിടെ ഈ DNA ടെസ്റ്റ് നടത്തുന്നതെന്ന് സാറിന് അറിയാൻ പറ്റുമോ? അങ്ങനെ എന്തെങ്കിലും നടത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നമുക്ക് ആ SIയെ കയ്യിലെടുത്ത പോലെ ഒന്ന് എടുക്കാം, എന്നിട്ട് കുറച്ച് പണം കൊടുത്ത് കേസ് ഒതുക്കാന്നേ. അപ്പോൾ അബി പറയാം, അങ്ങനെയൊന്നും പണം കൊടുത്തൊന്നും ഒതുക്കാൻ പറ്റില്ല DNA ടെസ്റ്റൊന്നും. അതൊക്കെ എങ്ങനെയാണ് ഭയങ്കരമായിട്ട് രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങളാണ് എന്ന് പറയുമ്പം അവർ പറയാൻ, അതൊക്കെ ഒതുക്കാൻ പറ്റുമെന്നേ, അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. ആ സാമ്പിളൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ പോരെ, അങ്ങനെയാകുമ്പോൾ റിസൾട്ടും അങ്ങ് മാറുമല്ലോ. ഒരു തിരിമറി നടത്താൻ ആർക്കെങ്കിലും ഒരു സ്റ്റാഫിന് പണം കൊടുത്താൽ മതി സാറേ എന്ന് പറയുമ്പം അബിക്ക് ട്യൂബ് ലൈറ്റ് കത്തുന്ന പോലെ തോന്നുക. അപ്പോൾ അബി മനസ്സിൽ വിചാരിക്കുക, ശരിയാ, ഇവൻ പറഞ്ഞത് നേരാ, അതിനെക്കുറിച്ച് ആലോചിക്കണം. ഇനി DNA ടെസ്റ്റിനൊക്കെ ആയിട്ട് സാമ്പിളൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ അതെവിടെയാണ്, ഏത് ലാബാണ്, എങ്ങനെയാണെന്നൊക്കെ അറിയണം. അവിടെ ആരെങ്കിലും കുരുട്ടുബുദ്ധിയുള്ളവർ കാണും. അവരെ കയ്യിലെടുത്ത് കുറച്ച് പണം കൊടുത്തു കഴിഞ്ഞാൽ ഈ സാമ്പിളും ഡീറ്റെയിൽസും എല്ലാം അങ്ങ് മറിയും. അതാണ് ചെയ്യേണ്ടത് എന്നൊക്കെ വിചാരിക്കുകയാണ്. അതേസമയം മുത്തശ്ശനും ആദർശവും ഒക്കെ DNA ടെസ്റ്റിനായിട്ട് സാമ്പിളൊക്കെ എടുക്കുന്ന കാര്യം അബിയോട് പറയുക. അപ്പോൾ അബി പറയുന്നുണ്ട്, എനിക്കതിന് വിരോധമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല മുത്തശ്ശ. ഞാൻ ഒരുപാട് കൊള്ളരുതായ്മകളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഞാൻ അത്ര പെർഫെക്റ്റ് ഒന്നും അല്ലെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇക്കാര്യത്തിൽ ഞാൻ പെർഫെക്റ്റാണ്. ഈ കുഞ്ഞെൻ്റേതല്ല, ഈ കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനല്ല, അനഘയെ എനിക്ക് അറിയേയില്ല. അതുകൊണ്ട് എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ ആദർശന് പേടിക്കേണ്ട കാര്യമുണ്ടോയെന്ന് അറിയില്ല. എന്താടാ അബി നീ പറഞ്ഞു വരുന്നത്? ഞാനാണോ കൊച്ചിൻ്റെ തന്തേന്നാണോ? എനിക്ക് അനഘയെ അറിയാമെന്നാണോ? ദേ, ആവശ്യമില്ലാത്ത സംസാരിച്ചുകൊണ്ട് വരരുത് കേട്ടോ അബി എന്ന് പറയുമ്പോൾ അബി പറയാം, ഏയ് ആദർശേട്ടൻ ഒന്ന് കൂളായിക്കോ, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ആ കൊച്ചു പറഞ്ഞത് വെച്ച് നോക്കുമ്പം ആദർശേട്ടനാണല്ലോ കൊച്ചിൻ്റെ അച്ഛൻ, അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ എന്ന് പറയണം. അങ്ങനെ DNA ടെസ്റ്റിനുള്ള സാമ്പിളൊക്കെ കൊടുക്കുന്ന ലാബൊക്കെ കണ്ടുവയ്ക്കുകയാണ് അബി. എന്നിട്ട് അവിടുത്തെ ഒരു സ്റ്റാഫിനെ പരിചയപ്പെടുകയാണ്. അയാളോട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോടൊരു ഉപകാരം ചോദിക്കുകയാണ്. നിങ്ങളത്ര പെർഫെക്റ്റ് ആളൊന്നും അല്ലെന്നറിയാം. ഞാൻ വേറൊരാൾ വഴിയാണ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. ഇവിടെ DNA ടെസ്റ്റിനായിട്ട് 3 സാമ്പിളുകൾ കൊണ്ടുവരും. അതിലൊരെണ്ണം മാറ്റി വെക്കണം. എൻ്റെ സാമ്പിളാണ്, അതിന് പകരം മറ്റൊന്ന് വച്ചാൽ മതി എന്ന് പറയുകയാണ് കേട്ടോ.
അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അങ്ങനെ സാമ്പിളൊന്നും മാറ്റിവെക്കാൻ പറ്റുന്ന കാര്യമല്ല. അങ്ങനെ മാറ്റിവെച്ച് കഴിഞ്ഞാൽ അതൊക്കെ പിടിക്കപ്പെടും. ഇവിടെ CCTV ക്യാമറയും മറ്റ് രേഖകളും ഒക്കെ ഉള്ളതാണ്. നിങ്ങൾ പറയുന്ന പോലെ അതത്ര എളുപ്പമൊന്നുമല്ല. നിങ്ങൾ വിചാരിച്ചാൽ അത് നടക്കുമെന്നേ. നമ്മൾ കുറച്ച് പണം അങ്ങ് തരാം. അപ്പം നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ നടക്കണ്ടേ? നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്ന സാലറിയുടെ 4 ഇരട്ടി അങ്ങ് തരുമ്പം പിന്നെ എന്താ ബുദ്ധിമുട്ട്? കുറച്ച് നാൾ ജോലിയില്ലെങ്കിലും ജീവിച്ചു പോകാൻ പറ്റുമല്ലോ. അതുകൊണ്ട് നിങ്ങൾ വിചാരിച്ചാൽ അത് നടക്കും. അപ്പം അയാൾ പറയാണ്, അങ്ങനെ അങ്ങനെ വിചാരിച്ചാലൊന്നും നടക്കില്ല. ഇതൊക്കെ വളരെ വലിയ തെറ്റാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ അകത്ത് പോകുന്ന കാര്യമാണ്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആരും ഇല്ലാതാവും, അതുങ്ങൾ പട്ടിണിയായി പോകും എന്ന് പറയുമ്പോൾ അഭി പറയാ, അതൊന്നും ഓർത്ത് നിങ്ങൾ പേടിക്കണ്ട. ഞാനൊരു 10 ലക്ഷം രൂപ നിങ്ങൾക്കങ്ങ് തരാം. നിങ്ങൾ ഈ പണി അങ്ങ് ചെയ്താൽ മതി. റിസൾട്ട് വരുമ്പം ഈ 3 DNA ആ കൊച്ചിൻ്റെ ആയിട്ട് മാച്ച് ചെയ്യുന്നില്ലെന്നോ അങ്ങനെ എന്തെങ്കിലും അങ്ങ് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ പിന്നെ ഈ ടെസ്റ്റ് റിസൾട്ടിൽ ആദർശൻ്റെ റിസൾട്ട് ആയിരിക്കണം പോസിറ്റീവ് ആയിരിക്കേണ്ടത്. അത് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട്, 10 ലക്ഷം രൂപയൊക്കെ സാറ് തരുമോ? അതോ വെറും വാക്ക് പറയുന്നതാണോ സാറേ? വെറും വാക്ക് പറയുന്നതൊന്നുമല്ല. എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് ആദർശാണ് ആ കുഞ്ഞിൻ്റെ അച്ഛനെന്നൊക്കെ അങ്ങ് തെളിയുന്ന റിസൾട്ട് ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ 10 ലക്ഷത്തിന് 15 ലക്ഷവും ഞാനങ്ങ് തരും എന്ന് പറയുമ്പോൾ അയാൾ പറയാണ്, പ്രാരാബ്ധക്കാരനാണ്. അതുകൊണ്ടാണ് ഞാനിപ്പം മോളുടെ വിവാഹമൊക്കെ അടുത്തിരിക്കുക. അതുകൊണ്ട് ഈ പണം കിട്ടിയാൽ എനിക്ക് വളരെ ഉപകാരമായിരുന്നു എന്നൊക്കെ പറയുമ്പം അബി അത് സമ്മതിക്കുകയാണ്. അങ്ങനെ അയാൾ റിസൾട്ടൊക്കെ മാറ്റി വെക്കാമെന്ന് അബിയോട് പറയുക. അപ്പോൾ അബി എന്നിട്ട് ആലോചിക്കുക, ഇയാൾക്കിപ്പോൾ 15 ലക്ഷമൊക്കെ കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. എങ്ങനെ 15 ലക്ഷം രൂപ കൊടുക്കാനാണെന്നാണ് പറയുന്നത്? ആരോട് ചോദിച്ചാൽ തരും? ആദർശനോ മുത്തച്ഛനോടോ ചോദിച്ചാൽ അവർ ഇത്രയും തുകയൊന്നും എനിക്ക് തരില്ല, ആ കാര്യം ഉറപ്പാണ് എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുക. എന്നിട്ട് അബി വിചാരിക്കുകയാണ്, എന്തായാലും ഈ കാര്യം നടക്കണമെങ്കിൽ കുറച്ച് പണം വേണം. ആദർശനെ ഒന്ന് ബ്ലാക്ക് മെയിൽ ചെയ്താലോ? അവനാണ് കൊച്ചിൻ്റെ അച്ഛനെന്നല്ലേ കൊച്ചു പറയുന്നത്. അതുകൊണ്ട് തന്നെ ചന്തുമോളെ കൊണ്ട് അത് പറയിപ്പിക്കുമെന്ന് പറഞ്ഞ് അവനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് കുറച്ച് പണം വാങ്ങിയാൽ പിന്നെ രക്ഷപ്പെട്ടു. DNA ടെസ്റ്റിലും അവൻ തന്നെ അച്ഛനായിട്ട് അങ്ങ് ഇരിക്കും. പിന്നെ എനിക്ക് അനന്തപുരയിലും ജുവലറിയിലും ഓഫീസിലും ഒക്കെ ഒന്ന് വിലസാവല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അബി ആദർശിനോട് ചോദിക്കുകയാണ്, അതെ എനിക്ക് കുറച്ച് പണത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ആദർശ് ചോദിക്കുക, നിനക്ക് ഈ ഇടയിൽ 5 ലക്ഷം രൂപ തന്നത്, ഇനിയിപ്പോൾ എന്താ പണത്തിൻ്റെ ആവശ്യം? ഇത്രയും പണത്തിൻ്റെ ആവശ്യം എന്താ അബി? അത് എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. ബിസിനസ്സിലോട്ടും ഇപ്പോൾ കമ്പനികളുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ആദ്യത്തെ ആ ബുദ്ധിമുട്ട് എനിക്കുണ്ട്. അതുകൊണ്ട് എനിക്ക് അത്രയും പണം കിട്ടണമെന്ന് പറയാം. അപ്പോൾ അതിശയമൊക്കെ, എത്ര പണമാണ് നിനക്ക് വേണ്ടത്? എനിക്കൊരു 15 ലക്ഷം രൂപ ഇപ്പോൾ ഉടനെ കിട്ടണം എന്ന് അബി പറയുമ്പം ആദർശ് പറയാ, അങ്ങനെയൊന്നും നിനക്ക് തരാനൊന്നും പറ്റില്ല. അത്രയും പണം തരേണ്ട കാര്യം എന്താ നിനക്ക്? ഇത് വെറുതെ ഒന്നും നടക്കില്ല അബി. നീ നിന്റെ പഴയ സ്വഭാവത്തിലേക്ക് തന്നെ പോവാണോ? അപ്പം അബി പറയാ, അങ്ങനെ പറയില്ല ആദർശേട്ടാ. ആദർശേട്ടനാണ് ആ കൊച്ചിൻ്റെ അച്ഛനെന്നുള്ള കാര്യം ഞാൻ ഇവിടെ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. ആ കൊച്ച് തന്നെ പറയുന്നത് ആദർശേട്ടനാണ് അച്ഛനെന്നാ. അപ്പം ചന്തുമോളെങ്ങാനും നേരിട്ട് അച്ഛാന്ന് ആദർശേട്ടനെ വിളിച്ചാലോ? അങ്ങനെ വിളിക്കാതിരിക്കണമെങ്കിൽ ആദർശേട്ടൻ ഈ പണം എനിക്ക് തരണം. അപ്പോൾ ആദർശ് പറയാം, അപ്പോൾ നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാനല്ലേ? ആ കൊച്ചിൻ്റെ അച്ഛൻ ഞാനാണെന്ന് ഇവിടെ ആരും അറിയാതിരിക്കണമെങ്കിൽ നിനക്ക് ഞാൻ പണം തരണം അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയാണ് അബി, അതെ എനിക്ക് പണം തരണം. ഇല്ല ആ കൊച്ചിനെ കൊണ്ട് തന്നെ ഞാൻ അച്ഛാന്ന് ഞാൻ വിളിപ്പിക്കും. ചന്തുമോൾ ആദർശേട്ടൻ്റെ മോളായിട്ട് ഇവിടെ വളരും. ചന്തുമോൾ ആദർശേട്ടനെ അച്ഛാന്ന് വിളിക്കും. പിന്നെ ആ കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. അന്ന് ഞാൻ കുഞ്ഞിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാമെന്ന് പറഞ്ഞെങ്കിലും ആദർശേട്ടൻ രക്ഷപ്പെട്ടിട്ടോട്ടെ എന്ന് ഓർത്തിട്ടാ, മുത്തശ്ശൻ്റെ മനസ്സ് വേദനിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാ. പക്ഷേ അനഘയും ആദർശേട്ടനും കൂടെയുള്ള ഫോട്ടോ ഞാനും അവിടെ കണ്ടതല്ലേ. അതുപോലെ തന്നെ ആ ചന്തുമോള് ആദർശേട്ടനെ അച്ഛ എന്ന് വിളിക്കുന്നത് എന്തോ ഒരു ഓമനത്വത്തോടെയാ. അപ്പോൾ പിന്നെ ആദർശേട്ടൻ തന്നെയല്ലേ ആ കുഞ്ഞിൻ്റെ അച്ഛൻ? ആ കാര്യം ഞാനൊന്ന് വിചാരിച്ചാൽ ഇവിടെ എല്ലാവരും അറിയും. ഏയ് ഞാനങ്ങനൊന്നും വിചാരിക്കില്ല കേട്ടോ. പക്ഷേ ആ കൊച്ചറിയാതെ എങ്ങാൻ പറഞ്ഞു പോയാലോ? അങ്ങനെ പറയാതിരിക്കണമെങ്കിൽ അതിന് നല്ല ട്രെയിനിങ് ഒക്കെ കൊടുക്കണ്ടേ? ഈ പണം ആദർശേട്ടൻ ഇങ്ങനെ എഴുതിത്താ, ഞാനത് കാര്യങ്ങൾ കൈകാര്യം ചെയ്തോളാം എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അബി DNA ടെസ്റ്റ് ചെയ്യുമ്പോൾ സകല തെളിവുകളോടും കൂടി ചെയ്യുമ്പോഴത്തേക്കും പിന്നെ അതിന് ഞാൻ പേടിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് ആദർശ് പറയുമ്പോൾ അഭി പറയാ, അതുവരെ കാര്യങ്ങൾ മുന്നോട്ട് പോകണ്ടേ? ഈ വിവരം ഇപ്പം എങ്ങാനും അനന്തപുരിയിൽ അറിഞ്ഞാൽ എന്തൊരവസ്ഥയായിരിക്കും? ആദർശേട്ടനല്ലേ കമ്പനികളുടെ MD. ആളുകളും നമ്മുടെ പാർട്ട്നേഴ്സും ഒക്കെ അറിഞ്ഞു കഴിയുമ്പം എന്തായിരിക്കും നാണക്കേട് കുടുംബത്തിനും കമ്പനിക്കും എല്ലാം. അതൊന്നും ആദർശേട്ടനൊന്നും ആലോചിച്ച് നോക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ആദർശനും ആകെ ടെൻഷൻ ആവുകയാണ് കേട്ടോ. കമ്പനിക്ക് എന്തെങ്കിലും നാണക്കേട് വന്നാലോ, ഇവൻ എന്തെങ്കിലും ചതി ചെയ്താലോ എന്നോർത്ത്
ആദർശ് അങ്ങ് സമ്മതിക്കുകയാണ്. ആ, നീ പറഞ്ഞതൊക്കെ ഓക്കെ, നിനക്ക് 15 ലക്ഷം രൂപയല്ലേ വേണ്ടത്, അതൊക്കെ തരാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്യാം, നീ ഒന്ന് ക്ഷമിക്ക്, നീ കൂടുതലൊന്നും വെളിവാക്കാൻ പോവണ്ട എന്നൊക്കെ ആദർശ് പറയുക അഭിയോട്. അപ്പോൾ ഇത് കേട്ട് നിൽക്കുകയാണ് നമ്മുടെ നയന റൂമിലേക്ക് ചായയായിട്ടൊക്കെ വരികയായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഇത് ഈ സംസാരം കേൾക്കുന്നത്. പിന്നെ നയനയ്ക്ക് അങ്ങ് മനസ്സിന് വിഷമാവുകയാണ്. ആദർശേട്ടൻ തന്നെ ആയിരിക്കുമോ ചന്തുമോളുടെ അച്ഛൻ? ഇനി ആദർശേട്ടൻ എന്നിൽ നിന്ന് ഈ കാര്യം മറച്ചു വെക്കുന്നേ? അന്നൊരു ചെറിയ കാര്യത്തിന് എന്നോട് ഇത്രയധികം പ്രശ്നം ഉണ്ടാക്കിയ ആദർശേട്ടൻ എന്തെങ്കിലും ഉണ്ടായിരിക്കുമോ അഭി പറയുന്നത് സത്യം? അപ്പോൾ നയനയ്ക്ക് അങ്ങ് ടെൻഷൻ കാരണം നയനയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകുകയാണ് കേട്ടോ. കാരണം നയനയെ ആദർശ് വഞ്ചിച്ചോ എന്നൊക്കെ ഉള്ള രീതിയിൽ നയന ചിന്തിച്ച് കരഞ്ഞുകൊണ്ട് ഇറങ്ങുകയാണ്. എന്നിട്ട് നയന ചിന്തിക്കുന്നുണ്ട് ഇതിൻ്റെ സത്യമൊക്കെ ഒന്ന് അറിയണമല്ലോ എന്നൊക്കെ. ഈ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്